ഹലോ മൈ ഡിയേഴ്സ്, അപ്പോൾ നമുക്കിന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈഡ് റെസിപ്പി കണ്ടാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ബീഫ് വേണം. അതായത് നമ്മൾ എല്ലൊന്നും ഇതിലെടുത്തിട്ടില്ല, നല്ല ടെൻഡർ പീസായിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചതച്ച്, അതായത് പേസ്റ്റ് ആക്കേണ്ട, നല്ല ചതച്ചെടുക്കണം. അതുകൂടെ ആഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടെ ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ട് സ്പൂണിട്ട് ഇളക്കുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും നല്ലത് കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കുന്നതാണ്. കുക്കറിൽ വെച്ച് ഒരു 3-4 വിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ബീഫിലുള്ള വെള്ളം ഇറങ്ങി താനേ അത് കുക്കായിക്കോളും. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അതിലേക്ക് നമുക്ക് മുളക് പൊടി, വലിയ ജീരകം പൊടിച്ചത്, മല്ലിപ്പൊടി ഒരുപാട് വേണ്ട, ആവശ്യത്തിന് മാത്രം മല്ലിപ്പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല, നമ്മളിത് ഗ്യാസ് ഓണായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ ഈ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി യോജിക്കും. അതിനുശേഷം നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇടുന്നതിനേക്കാൾ നമുക്ക് ഒരുമിച്ച് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഏകദേശം ഈ ഒരു പരുവമാകുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ വറുത്ത് ഈ ഒരു പരുവം ആയി കിട്ടണം നമുക്ക്. അതിലേക്ക് നമുക്ക് നല്ല സവാള ചെറുതായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞിട്ട് നമുക്കതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനുമൊക്കെ ഭയങ്കര